ഇന്ത്യയിൽ ഇന്ന് 20 ലക്ഷം രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റുന്ന വെറും 5 എസ്യുകൾ മാത്രമേ ഉള്ളൂ. താർ, ജിംനി, താർ റോക്സ്, സ്കോർപിയോ, ഗൂർക്ക. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, സെൽറ്റോസ്, ക്രെറ്റ, നെക്സോൺ, ബ്രസ ഇവയൊന്നും SUV വിഭാഗത്തിൽ പെടില്ലേ എന്ന്. ഇവയെല്ലാം തന്നെ ക്രോസ് ഓവേഴ്സ് ആണ്, SUVകളല്ല. SUV എന്ന് പറയുന്നത് സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ. ഇവ നിർമ്മിച്ചത് തന്നെ ഓഫ് റോഡിന് വേണ്ടി. SUVകൾക്കുള്ള ഒരു കോമൺ പ്രോപ്പർട്ടീസ് ആണ് 4x4 കേപ്പബിലിറ്റി, ലാഡർ ഓൺ ഫ്രെയിം ചേസിസ്, റഫ് ടെറൈനു വേണ്ടി ബിൽഡ് ചെയ്ത ബോഡി. പക്ഷേ ക്രോസ് ഓവറുകൾക്ക് ഇങ്ങനെയല്ല. പൊതുവെ ഒരു ഹാച്ച് ബാക്ക് അല്ലെങ്കിൽ സെഡാനകത്ത് കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസും റഗ്ഡ് സ്റ്റൈലിങ്ങും റൂഫ് റെയിൽസും അതുപോലെ തന്നെ ഒരു SUV ലൈക്ക് ഡിസൈനും കൊടുക്കുന്നു. ക്രോസ് ഓവറുകളെല്ലാം തന്നെ മോണോകോക്ക് ബോഡിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് വീൽ ഡ്രൈവും പിന്നെ സിറ്റി കംഫർട്ടിന് വേണ്ടിയായിരിക്കും ഈ ഒരു വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. കമ്പനി എന്തുകൊണ്ട് കുറെ വാഹനങ്ങളെ SUV എന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഇതിന് കാരണം ഇന്ത്യയിൽ കാർ മേടിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അവർക്ക് പ്രധാനമായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് റോഡ് പ്രസൻസ്, മൈലേജ്, റിലയബിലിറ്റി, ലോവർ മെയിൻ്റെനൻസ് കോസ്റ്റ്, ഡെയിലി യൂസബിലിറ്റി. പക്ഷേ റിയൽ SUV മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല എക്സ്പെൻസീവ് ആണ്, ലെസ് ഫ്യൂൽ എഫിഷ്യന്റ് ആണ്, അതുപോലെ തന്നെ ഡെയിലി സിറ്റി കാറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള കംഫർട്ടും തരുന്നില്ല. അതുകൊണ്ട് തന്നെ SUV എന്ന പേരിൽ ക്രോസ് ഓവേഴ്സിനെ മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെയാണ് മൈക്രോ SUV, സബ് കോമ്പാക്ട് SUV, കോമ്പാക്ട് SUV എന്നീ കാറ്റഗറി ഒക്കെ വന്നത്. അടുത്ത തവണയെങ്കിലും ഇതുപോലത്തെ ഫ്രണ്ട് വീൽ ഡ്രൈവ്, മോണോകോക്ക് ബോഡിയുള്ള വാഹനങ്ങളെ SUV എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാലോചിക്കുക, SUVയുടെ കുപ്പായം ഇട്ട വെറും ക്രോസ് ഓവർ മാത്രമാണിത്.